വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കോഡ് കൺവേർട്ടേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. കോഡ് കൺവേർട്ടേഴ്സിൽ തന്നെ 4-ബിറ്റ് ബൈനറി ടു ഗ്രേ കോഡ് കൺവേർട്ടറാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ ചെയ്യുന്നതിനായിട്ട് ഒരു ടേബിൾ പോലെ ആക്കിയിട്ടുണ്ട്. ബൈനറി നമ്പർ 000 മുതൽ 111 വരെയുള്ള, അതായത് 0 to 15 വരെയുള്ള ബൈനറി നമ്പേഴ്സ് 4 ബിറ്റ് വെച്ച് പോസിബിളായ കണ്ടീഷൻസ് എല്ലാം എഴുതി അതിന് തൊട്ടടുത്തുള്ള കോളത്തിൽ ഗ്രേ കോഡായിട്ട് ആ ഓരോ ബൈനറി ഡിജിറ്റ്സിനെയും കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബൈനറി നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയ ഗ്രേ കോഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ ചെയ്യുക? ഒരു എക്സാമ്പിൾ 0100നെ നമുക്ക് ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബൈനറി ഡിജിറ്റ്സ് ഫസ്റ്റ് ഡിജിറ്റ് അതുപോലെ തന്നെ എഴുതുന്നു. ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിജിറ്റ് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ഡിജിറ്റ് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തേർഡ് ആൻഡ് ഫോർത്ത് ബിറ്റ് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് എഴുതി കഴിഞ്ഞാൽ അതൊരു ഗ്രേ കോഡായി മാറുന്നതാണ്. സോ ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 0111 എന്നുള്ള ഒരു ബൈനറി ഡിജിറ്റിനെ ഗ്രേ ആക്കാൻ പോവുകയാണ്. 0 അതുപോലെ ഫസ്റ്റ് ഡിജിറ്റ് അതുപോലെ എഴുതുന്നു. ദെൻ ആ ബൈനറി നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ആഡ് ചെയ്യുന്നു. 0+1 ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. 1+1 ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 0 വിത്ത് ക്യാരി 1 ആണ്. 0 എഴുതുന്നു. അത് കഴിഞ്ഞ് 1+1 വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. സോ 0111ന് കറസ്പോണ്ടിങ് ആയ കോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 15 വരെയുള്ള ആ ഒരു കോഡ് എഴുതിയിരിക്കുന്നത്. ഇനി G0 എന്നുള്ള ടേമിനെ മാത്രമായിട്ട് എടുക്കുന്നു. G1 എടുക്കുന്നു, G2 G3 എടുത്തിട്ട് ഇതിനെ നമ്മൾ കെ മാപ്പ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഇനി കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 വേരിയബിൾസ് ആണുള്ളത്. B0, B1, B2, B3 എന്ന് പറഞ്ഞിട്ട് 4 വേരിയബിൾ യൂസ് ചെയ്ത് നമ്മൾ കെ മാപ്പ് വരയ്ക്കുന്നു. G0 എന്നുള്ള ആ ഒരു ടേം എടുക്കുന്നു. അതിനകത്ത് എവിടെയാണ് 1 എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1 മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കെ മാപ്പിൽ ആ ഒരു ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് G0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ആൻസർ കിട്ടും. അതുപോലെ G1നും G1 എപ്പോഴാണോ 1 ആവുന്നത് ആ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് 1 മാർക്ക് ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ G1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കിട്ടും. അതുപോലെ തന്നെ G2വും G3യും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലുള്ള എക്സ്പ്രഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമുക്ക് G0 ചെയ്ത് വരുമ്പോൾ G0 കിട്ടുന്നത് B0 XOR B1 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, B0 XOR B1 ആണ് G0ൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഈ ഒരു മാപ്പ് സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് G1 ആണെങ്കിലും സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും B1 XOR B2 എന്നുള്ള ഒരു ആൻസറിലേക്കാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, B1 XOR B2 ആണ് നമുക്ക് കിട്ടുന്നത്. B1 ബാർ B2 പ്ലസ് B2 ബാർ B1 എന്ന് പറഞ്ഞാൽ B1 XOR B2 ആണ്. അതുപോലെ നമ്മൾ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ഓരോ കെ മാപ്പും നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ G2 ചെയ്ത് വരുമ്പോഴേക്കും G2ൻ്റെ ആൻസർ കിട്ടുന്നത് B2 XOR B3 എന്നാണ് കിട്ടുന്നത്. അതുപോലെ G3 ചെയ്യുന്ന കേസിൽ B3 തന്നെയാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. എന്താണോ ബൈനറി ആ ഒരു ഡിജിറ്റ് വരുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് G3 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കെ മാപ്പ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. ഇതിപ്പോൾ എല്ലാം ഒരു XOR ഗേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാനായി പറ്റും. നമ്മളിതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. G0 വരച്ചിട്ടുണ്ട്, G1, G2, G3 ഇതെല്ലാം XORൻ്റെ ഫങ്ഷനായിട്ടാണ് വരുന്നത് ഔട്ട്പുട്ട്. സോ നമുക്കൊരു XOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ 4-ബിറ്റ് ബൈനറി ടു ഗ്രേ കോഡ് കൺവെർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് നിങ്ങൾ കാണുന്നത്. 3 XOR ഗേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഒരു സിംഗിൾ IC മതി ഈ ഒരു ഗേറ്റ് സർക്യൂട്ട് ചെയ്യാനായിട്ട്. കാരണം ഒരു ICക്കകത്ത് 4 ഗേറ്റാണ് ഉണ്ടാവുക. നമുക്ക് 3 ഗേറ്റ് മതി ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, 7486ൻ്റെ ഒരു IC പ്ലേസ് ചെയ്തിട്ടുണ്ട്. 7486ൻ്റെ IC പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം ആ ഒരു ഷോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കണക്ഷൻസ് ചെയ്യാം.
ICയുടെ 2, 4ഉം തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5ഉം 9ഉം തമ്മിലുള്ള ഒരു കണക്ഷനുമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ 2 to 4 കണക്ഷൻ അങ്ങ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 2 to 4 തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് ചെയ്യുന്നത്. 2 to 4 ഒരു വയർ വെച്ച് ഷോർട്ട് ചെയ്യുന്നു. ദെൻ 5 to 9 ആണ് വരുന്ന കണക്ഷൻ. 2 to 4 കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ 5 to 9 ആണ് വരുന്നത്. സോ 5 to 9 കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 5 to 9 ICയുടെ സിംഗിൾ IC ആണ് നമുക്കുള്ളത്. ആ ICയുടെ ഡിഫറെൻറ്റ് ഗേറ്റ്സ് ആണ് ഈ കാണുന്നത്. 5 to 9 കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ഒരു ഷോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള കണക്ഷൻ. ഈ 2 കണക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് VCC കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. സോ നമുക്ക് ഇതിനകത്ത് എവിടെയാണ് ഇൻപുട്ട്സ് കൊടുക്കുക, ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് ഡിജിറ്റൽ IC ട്രെയിനർ കിറ്റിനകത്താക്കിയിട്ട് കൊടുക്കുക. ഇതാണ് എൻ്റെ B3 എന്ന് പറഞ്ഞ ഇൻപുട്ട്. B2, B1, B0 ഈ ഒരു ഓർഡറിലാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. B3, B3, B2, B1, B0 എന്നുള്ളൊരു ഓർഡറിലാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ കിറ്റിൽ മീൻസ് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യേണ്ടത്. ഇത് G3 ഔട്ട്പുട്ടാണ്, G2 ആണ്, G1 ആണ്, G0. അപ്പോൾ G3, G2, G1, G0 എന്നുള്ളൊരു ഓർഡറിലും B3, B2, B1, B0 എന്നുള്ള ഓർഡറിലും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ VCC കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കണക്ഷനും അതുപോലെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കണക്ഷൻസ് എല്ലാം നമുക്ക് എന്താണ് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യണം. നമുക്കറിയാം ഗ്രൗണ്ട് 7th പിന്നാണ്. സോ 7th പിന്നിലേക്ക് ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുന്നു. VCC 14th പിന്നിലാണ്. 14th പിന്നിലേക്ക് VCCയുടെ കണക്ഷനും കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് ആണ്. ഇൻപുട്ട് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം B3 എന്നുള്ള ഇൻപുട്ട് 10th പിന്നിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ B2 5ലും B1 2ലുമാണ് കൊടുക്കേണ്ടത്. B3 10ലായിരിക്കണം, B2 9ലായിരിക്കണം, B1 4ലായിരിക്കണം, B0 1ലായിരിക്കണം. ആ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ B3 ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. B3 കൊടുക്കേണ്ടത് ICയുടെ 10th പിന്നിലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, B3 കൊടുത്തു കഴിഞ്ഞു. ദെൻ B2 ആണുള്ളത്. B2 എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? ICയുടെ 9th പിന്നിലാണ് B2ൻ്റെ കണക്ഷൻ പോകുന്നത്. ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, 9th പിന്നിലാണ് B2 പോകുന്നത്. അതുപോലെ B1 പോയിരിക്കുന്നത് ICയുടെ 4th പിന്നിലാണ് പോയിരിക്കുന്നത്. സോ ICയുടെ 4th പിന്നിലേക്ക് നമ്മൾ B1 എന്നുള്ളൊരു കണക്ഷൻ കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ B0 ആണ്. B0 പോകുന്നത് ICയുടെ 1st പിന്നിലേക്കാണ് പോകുന്നത്. സോ B1 ICയുടെ 1st പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, B1 ICയുടെ 1st പിന്നിൽ കണക്ട് ചെയ്തു. ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ ഇൻപുട്ട് കണക്ഷൻ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഔട്ട്പുട്ട് കണക്ഷനാണ് ഉള്ളത്. ഫസ്റ്റ് G3 ആണ് കണക്ട് ചെയ്യുന്നത്. G3 പോകുന്നത് ICയുടെ 10th പിന്നിൽ തന്നെയാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയത് കാരണം സെയിം പിന്നിലേക്കാണ് പോകുന്നത്. സോ G3 10th പിന്നിലാണ് പോകുന്നത്. G2 8ലും G1 6ലും G0 3rd പിന്നിലുമാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ കണക്ട് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടത്തില്ല. സോ നമുക്ക് G3, G2, G1, G0 ഈ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, G3 പോകുന്നത് ICയുടെ 10th പിന്നിലാണ്. ഓൾറെഡി B3 എന്നുള്ള ഇൻപുട്ടും ആ ഒരു 10th പിന്നിൽ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ബിക്കോസ് B3 = G3 എന്ന് നമുക്ക് മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, ഇനി G2 പോകുന്നത് ICയുടെ 8th പിന്നിലാണ് പോകുന്നത്. സോ ICയുടെ 8th പിന്നിൽ G2 എന്നുള്ള കണക്ഷൻ പോകുന്നുണ്ട്. ദെൻ G1 ആണ് വരുന്നത്. G1 പോകുന്നത് ICയുടെ 6th പിന്നിലാണ് പോകുന്നത്. സോ ICയുടെ 6th പിന്നിലേക്ക് ആ ഒരു കണക്ഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ICയുടെ 6th പിന്നിലാണ് നമുക്ക് G1 എന്ന് പറയുന്ന ഒരു കണക്ഷൻ
കൊടുക്കേണ്ടത്. സോ ആ ഒരു പിന്നിലേക്ക് G1 കൊടുത്തു. ഇനി എന്താണ് G0 പോവേണ്ടത് എവിടെയാണ്? ICയുടെ തേർഡ് പിന്നിലേക്കാണ് പോവേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ എഴുതിയിരിക്കുന്ന ട്രൂത്ത് ടേബിൾ അനുസരിച്ചാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ് എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാം 0 കണ്ടീഷനിൽ 4 ബൈനറി ഇൻപുട്സും ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഔട്ട്പുട്ട് അതേപോലെ തന്നെ 0 ആണ്. ഇനി 001ലും ഔട്ട്പുട്ട് 001 കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു എഴുതിയിരിക്കുന്ന ട്രൂത്ത് ടേബിളിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് കണ്ടീഷൻ മാറ്റി നോക്കുന്നു. നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെയാണോ ആ ഗ്രേ കോഡ് കിട്ടുന്നതെന്ന് നോക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ബൈനറി ഡിജിറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണോ കിട്ടുന്നത് എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ നമ്മൾ ഓൾറെഡി എഴുതി വച്ചിരുന്നാലാണ് ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. സോ ഓരോ ഇൻപുട്ട് കോമ്പിനേഷൻസും മാറ്റി മാറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നാലാണ് പ്രോപ്പറായി ആ ഒരു കൺവേർഷൻ നടന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്തിട്ട് ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 111 ആണെങ്കിൽ നമുക്ക് 1000 എന്നാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേ കോഡ്. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ കണക്ട് ചെയ്ത് നോക്കാം. 000ൽ 0 ആണ്, 001ലും അതുപോലെ തന്നെ കിട്ടും. ബട്ട് 010ൽ നമുക്ക് 0011 എന്നാണ് ഗ്രേ കോഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്കുള്ള ആ ഒരു ഇൻപുട്ട് കോമ്പിനേഷൻസ് എല്ലാം മാറ്റിയും തിരിച്ചും നമുക്ക് നോക്കി കൊടുത്താൽ നമ്മൾ എഴുതി വച്ചേക്കുന്ന ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ പോസിബിളായിട്ടുള്ള ആ കോമ്പിനേഷൻസ് എല്ലാം മാറ്റി കൊടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്കൊരു ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ ചെയ്യുന്നത്. തിരിച്ചും ഗ്രേ ടു ബൈനറി കോഡ് കൺവേർഷൻ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു കൺവേർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.